ദേശീയ ഗെയിംസിനുള്ള കേരളത്തിന് ഹാൻഡ്ബോൾ ടീം തെരഞ്ഞെടുപ്പിൽ അവിഹിത ഇടപെടൽ. മികച്ച പ്രകടനത്തിൽ മുന്നിലെത്തിയ താരങ്ങളെ വെട്ടിനിർത്തി ടീമിലെത്തിയത് ക്യാമ്പിലെത്തുകയോ കളിക്കുകയോ പോലും ചെയ്യാത്തവരാണ്. നവംബർ 30-ന് കോട്ടയം പാമ്പാടിയിലാണ് ടീം തെരഞ്ഞെടുപ്പിനായുള്ള സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടന്നത്. എന്നാൽ അസോസിയേഷൻ പുറത്തിറക്കിയ ആദ്യ പട്ടികയിൽ റണ്ണറപ്പായ കോട്ടയത്ത് നിന്നും 5 പേരാണുണ്ടായത്. ലൂസേഴ്സ് ഫൈനൽ ബഹിഷ്കരിച്ച് 4ാം സ്ഥാനത്തെത്തിയ കണ്ണൂരിൽ നിന്നും 9 പേർ ടീമിൽ. പിന്നീട് കണ്ണൂരിലും തൊടുപുഴയിലും നടന്ന ക്യാമ്പുകൾ അവസാനിച്ചപ്പോൾ പട്ടികയിലില്ലാത്തവരും ക്യാമ്പിൽ പങ്കെടുക്കാത്തവരും കളിക്കാരെ ഞെട്ടിച്ച് ടീമിലെത്തി. തൊടുപുഴയിൽ വെച്ചായിരുന്നു 2ാമത്തെ സെക്ഷൻ ക്യാമ്പ്. ഇതുപോലെ ഞങ്ങൾക്ക് 23-ാം തീയതിയാണ് ജനുവരി 23-ന് സെലക്ഷൻ നടന്നു. അതിലും ക്യാമ്പിൽ വരാത്തവർ പോലും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. പിന്നെ റിസർവ് 32 അംഗ ടീമിൽ എത്താൻ പാടില്ലാത്ത കുട്ടികൾ പോലും 16 അംഗ ടീമിൽ നേടി. അപ്പോൾ നമ്മൾ ഈ 2ാം സ്ഥാനം കിട്ടിയൊരു വെറുതെ 5 പേരിൽ 2 പേര് മാത്രമാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളെ പുറത്താക്കാൻ നാണം കെട്ട ഒത്തുകളിയും പരിശീലകരുടെ നേതൃത്വത്തിൽ ക്യാമ്പിൽ നടന്നതായി കളിക്കാർ ആരോപിക്കുന്നു. അധികം ആളുകൾ ഉള്ളതുകൊണ്ട് ഡിഫൻസ് എടുക്കുന്ന സമയം വന്നപ്പോൾ ഒരേ പൊസിഷനിൽ 2 പേരുള്ളത് വെച്ച് അവർ എറിയാൻ വരുമ്പോഴത്തേനും ഡിഫൻസ് എടുക്കുന്നവർ മാറി കൊടുക്കുകയും ഞങ്ങൾ എറിയാൻ വരുന്ന സമയത്ത് 2-3 പേര് ചേർന്ന് ഞങ്ങളെ ഡിഫൻസ് ചെയ്യുകയും ഞങ്ങൾക്ക് കളിക്കാൻ പറ്റാത്ത സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. മദ്യപിച്ചതിനും മയക്കുമരുന്നടിച്ചതിനും ക്യാമ്പ് സമയത്ത് കേസുകളിൽ ഉൾപ്പെട്ടവരും ഹാൻഡ്ബോൾ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അസോസിയേഷൻ ഭാരവാഹിയുടെ മകനെ ബീച്ച് ഹാൻഡ്ബോൾ ടീമിൽ ഉൾപ്പെടുത്തിയത് വിവാദമായിരുന്നു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പരാതി നൽകി കാത്തിരിക്കുകയാണ് താരങ്ങൾ. റിപ്പോർട്ടർ, കോട്ടയം.